അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ജനക ഉവാച സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിംചിദിദം മതം തഥാപി ശൃണു വിപ്രേന്ദ്ര ഗുരുർമമ സുപൂജിത. പിതു സംഗം പരിത്യജ്യ ത്വം വനം ഗന്തുമിച്ഛസി. മൃഗൈഃ സഹ സുസംബന്ധോ ഭവിതാ തേ ന സംശയഃ. മഹാഭൂതാനി സർവത്ര നിസ്സംഗഃ ക്വ ഭവിഷ്യസി. ആഹാരാർത്ഥം സദാ ചിന്ത നിശ്ചിന്ത സ്യാ കഥം മുനേ. ദണ്ഡാജിനകൃതാ ചിന്ത യഥാ തവ വനേപി ച തഥൈവ രാജ്യചിന്താ മേ ചിന്തയാനസ്യ വാ ന വാ. വികൽപ്പോപഹതസ്ത്വം വൈ ദൂരദേശമുപാഗതാ. ന മേ വികൽപ്പസന്ദേഹോ നിർവികൽപ്പോസ്മി സർവധാ. സുഖം സ്വപിമി വിപ്രാഹം സുഖം ഭുഞ്ജാമി സർവദാ. ന ബദ്ധോസ്മീതി ബുദ്ധ്യാഹം സർവദൈവ സുഖീ മുനേ. ത്വം തു ദുഃഖീ സദൈവാസി ബദ്ധോഹമിതി ശങ്കയാ. ഇതി ശങ്കാം പരിത്യജ്യ സുഖീ ഭവ സമാഹിത. ദേഹോയം മമ ബന്ധോസ്തി ന മമേതി ച മുക്തത. തഥാ ധനം ഗൃഹം രാജ്യം
ന മമേതി ച നിശ്ചയാ. സൂത ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ ശുകഃ പ്രീതമനാഭവൽ. ആപൃച്ഛ്യതം ജഗാമാശു വ്യാസസ്യാശ്രമമുത്തമം. ആഗച്ഛന്തം സുതം ദൃഷ്ട്വാ വ്യാസോപി സുഖമാപ്തവാൻ. ആലിംഗ്യാഘ്രായമൂർധാനം പപ്രച്ഛ കുശലം പുനാ. സ്ഥിതസ്തത്രാശ്രമേ രമ്യേ പിതുഃ പാർശ്വേ സമാഹിത. വേദാധ്യയന സമ്പന്ന സർവശാസ്ത്രവിശാരദ. ജനകസ്യ ദശാം ദൃഷ്ട്വാ രാജ്യസ്ഥസ്യ മഹാത്മന. സ നിർവൃതിം പരാം പ്രാപ്യ പിതുരാശ്രമ സംസ്ഥിത. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഇപ്പോൾ അതിൻ്റെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനകൻ പറഞ്ഞു, അങ്ങു പറഞ്ഞതു സത്യം, അസത്യമില്ലതിൽ തെല്ലും. എങ്കിലും ഗുരുവുമെനിക്കേറെ പൂജ്യൻ താൻ. പിതാവുമായി ബന്ധം വിട്ടു കാട്ടിലേക്കു പോയിടുവാൻ ശ്രീശുകാഭവാനും ഏറെ ആഗ്രഹിക്കുന്നു. വനത്തിലെ മൃഗജാലവുമായിട്ടു അങ്ങേക്കെന്നും നല്ല ബന്ധമുണ്ടായിടും സംശയമില്ല. മഹാഭൂതങ്ങളാമഞ്ചും എവിടെയും ഉണ്ടെന്നാകിൽ ഏതുവിധം നിസ്സംഗനായി തീരും ഭവാനും. ആഹാരാദികൾക്കു വേണ്ടി ചിന്തിച്ചിടുന്നതിനാലേ ഏതുവിധം നിശ്ചിന്തനായി തീരും ഭവാനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദണ്ഡം അജീനം ഇത്യാദികളെ കുറിച്ചുള്ള ചിന്ത വനത്തിലായിരുന്നാലും അങ്ങേക്കുണ്ടാകും. അതുപോലെ രാജ്യകാര്യങ്ങളിലായി മമ ചിന്ത ഇടയ്ക്കുണ്ടായെന്നും വരാം, വരാതിരിക്കാം. സംശയത്താൽ കുഴങ്ങിട്ടു ഭവാനിവിടെ എത്തിനാൻ. എനിക്കു സംശയമില്ല ഒട്ടും തന്നെയും. സുഖമായി ഉറങ്ങുന്നു, സുഖമായി ഭക്ഷിക്കുന്നു, ബദ്ധനല്ല ചിന്തയാലേ സുഖിച്ചിടുന്നു. ബദ്ധനെന്ന ചിന്തയാലേ അങ്ങെപ്പോഴും ദുഃഖിക്കുന്നു. ഏകാഗ്രമായി ശങ്ക മാറ്റി സുഖം നേടിയിടൂ. ഈ ശരീരം എൻ്റെ എന്ന
എന്റേതല്ലെന്നതാം ചിന്ത മുക്തി എന്നതും. ധനം ഗൃഹം രാജ്യം ഇവ എന്റേതല്ലെന്നുറച്ചിടിൽ ഗൃഹസ്ഥനും ബന്ധമൊട്ടും ഉണ്ടാകയില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, ജനകന്റെ വാക്കു കേട്ടു സന്തുഷ്ടനായി തീർന്നു ശുകൻ. യാത്ര ചൊല്ലി വ്യാസാശ്രമം തന്നിലേക്കു പോയി. പുത്രനെ കണ്ട വ്യാസനും സന്തുഷ്ടനായി ആശ്ലേഷിച്ചു. നെറുകയിൽ ചുംബിച്ചു കുശലം ചോദിച്ചു. വേദവിത്തും സർവശാസ്ത്ര വിശാരദനുമാം ശുകൻ ആശ്രമത്തിലച്ഛനൊപ്പം കഴിഞ്ഞുകൂടി. രാജാവാകും മഹാത്മാവാം ജനകന്റെ അവസ്ഥയിൽ അത്യധികം തുഷ്ടിയോടെ അവിടെ പാർത്തു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയന്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജീവിതം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ജ്ഞാനയജ്ഞമായി അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ നമ്മൾ ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ 99ാമത്തെ ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ശുകന്റെ വാക്കുകൾ കേട്ട് ജനക മഹാരാജാവ് പറഞ്ഞു തുടങ്ങുകയാണ്. ജനക ഉവാച, ജനകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിംചിദിദം മതം തഥാപി ശൃണു വിപ്രേന്ദ്ര ഗുരുർമമ സുപൂജിത. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ വിപ്രേന്ദ്ര, ത്വയാ സത്യമുക്തം, അങ്ങ് പറഞ്ഞതൊക്കെ ഏറ്റവും സത്യമാണ്, അതിലൊരു തെറ്റുമില്ല, അതിൽ അസത്യമില്ല. നാത്രമിഥ്യാ കിഞ്ചിതിതം മതം, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. എങ്കിലും ഗുരുനാഥനും പൂജ്യനാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എനിക്ക് മാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, പിതുസംഗം പരിത്യജ്യ ത്വം വനം ഗന്തുമിച്ഛസി. അച്ഛനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ മൃഗൈ സഹ സുസംബന്ധോ ഭവിത തേ ന സംശയ. പിതാവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിൽ പോയി കഴിഞ്ഞാൽ പിതാവിന് പരം മറ്റു മൃഗങ്ങളുമായിട്ട് അങ്ങക്ക് ബന്ധം ഉണ്ടാവും.
അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അച്ഛനുമായിട്ടുള്ള ബന്ധം തീർന്നു എന്നേ ഉള്ളൂ. ബന്ധം പൂർണ്ണമായിട്ട് തീരില്ല കാട്ടിൽ പോയത് കൊണ്ട്. മൃഗങ്ങളുമായും അങ്ങക്ക് ബന്ധമുണ്ടാവും. മഹാഭൂതാനി സർവത്ര, മഹാഭൂതങ്ങൾ 5 എല്ലായിടത്തുമുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നിസ്സംഗ ക്വ ഭവിഷ്യസി, അപ്പൊ എങ്ങനെ നിസ്സംഗരായിട്ട് തീരാൻ സാധിക്കും? മമതയില്ലാതെയായിട്ട് തീരും, സംഘമില്ലാതെയായിട്ട് തീരും. ആഹാരാർത്ഥം സദാ ചിന്ത നിശ്ചിന്ത സ്യാ കഥം മുനെ, ആഹാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചിന്തയില്ലാത്തവനായിട്ട് തീരുക? എങ്ങനെ നിശ്ചിന്തനായിട്ട് തീരാൻ സാധിക്കും? അതും സാധിക്കില്ല. പിന്നെ ദണ്ഡാജിന കൃതാ ചിന്ത തഥാ യഥാതവ വനേപിച്ച, ദണ്ഡം അജിനം എന്നിവയെക്കുറിച്ചുള്ള ചിന്ത അങ്ങയ്ക്കും വനത്തിൽ ചെന്നാലും ഉണ്ടാവും. അതേപോലെ ഇപ്പൊ അങ്ങക്ക് വനത്തിൽ ഉണ്ടാകുന്ന ചിന്ത പോലെ തന്നെയാണ് തഥൈവ രാജ്യചിന്താമേ, എനിക്കും രാജ്യകാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ചിന്ത ഉണ്ടായിന്ന് വരാം. ചിന്തയാനസ്യ വാനവ, ചിലപ്പോ ഉണ്ടായിന്ന് വരാം, ചിലപ്പോ ഉണ്ടായില്ല എന്നും വരാം. ഇപ്പോ വികൽപ്പോപഹതസ്ത്വം വൈ ദൂരദേശമുപാഗത, വികല്പം കൊണ്ട്, സംശയം കൊണ്ടാണ് അങ്ങ് ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തിയത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമേ വികൽപ്പ സന്ദേഹോ നിർവികൽപ്പോസ്മി സർവധ, എനിക്ക് സംശയമില്ല, തെറ്റിദ്ധാരണകളില്ല. എല്ലാ തരത്തിലും പരിപൂർണമായ അർത്ഥത്തിൽ നോക്കിയാൽ ഞാൻ സംശയരഹിതനാണ്. അതുകൊണ്ട് സുഖം സ്വപിമി വിപ്രാഹം സുഖം ഭുഞ്ചാമി സർവദ, ഞാൻ ഹേ ബ്രാഹ്മണ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു. സുഖം സുപ്രീമി വിപ്രാഹം സുഖം ഭുഞ്ചാമി സർവദ, അതേപോലെ തന്നെ ഞാൻ എല്ലായ്പ്പോഴും സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ന ബദ്ധോസ്മീതി ബുദ്ധ്യാഹം, ഞാൻ ഒരിക്കലും ബദ്ധനാണ് എന്ന ചിന്ത പോലും ഇല്ല. സർവദൈവ സുഖീ മുനെ, ഞാൻ എപ്പോഴും സുഖമുള്ളവനായിട്ട് ഇരിക്കുന്നു. അങ്ങക്ക് ഈ സുഖമില്ല, അങ്ങക്ക് ഈ സംശയങ്ങളുണ്ട്. അതാണ് ഈ ലോകത്ത് അങ്ങയുടെ ബുദ്ധിമുട്ട്. ത്വം തു ദുഃഖീ സദൈവാസി ബദ്ധോഹമിതി ശങ്കയ, താൻ ബദ്ധനാണ് എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ അങ്ങ് എപ്പോഴും ദുഃഖിക്കുന്നു. എന്നാൽ ഇതിശങ്കാം പരിത്യജ്യ, ഈ സംശയത്തെ ഉപേക്ഷിച്ചിട്ട് സുഖീഭവ സമാഹിത, മനസ്സിനെ ഏകാഗ്രമാക്കി സമാഹിതമാക്കി വെച്ചു കഴിഞ്ഞാൽ അങ്ങക്ക് സുഖമായിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ സുഖമായിട്ട് സുഖിയായിട്ട് തീരുകയാണ് വേണ്ടത്. ദേഹോയം മമ ബന്ധോസ്തി ന മമേതി ച മുക്തത തഥാ ധനം ഗൃഹം രാജ്യം ന മമേതി ച നിശ്ചയം, ഈ ശരീരം എൻ്റെയാണ്, ഈ ശരീരമാണ് താൻ എന്ന ചിന്തയാണ്, ആ വിചാരമാണ് ബന്ധങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നത്. അപ്പോ എൻ്റേതല്ലെന്ന വിചാരത്തിന് മുക്തി എന്ന് പറയുന്നു, എൻ്റേതാണെന്നുള്ള ചിന്തയ്ക്ക് ബന്ധം എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ഈ ദേഹം പോലെ തന്നെ ധനം, ഗൃഹം, രാജ്യം ഇതൊന്നും മമേതി, ഇത് എൻ്റെ അല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ആ വിചാരം ഉള്ളിലുണ്ടാവണം. ആ സമയത്തോ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ബന്ധം നമ്മളെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ജനക മഹാരാജാവ്. അപ്പോൾ ജനകന്റെ ഉപദേശത്തിലൂടെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കണു, ഈ പ്രപഞ്ചം അത് നിത്യസത്യമല്ല, അത് വ്യാവഹാരികമായിട്ടുള്ള സത്യം മാത്രമാണ്. അപ്പം അത് നിത്യമായിട്ടുള്ളതല്ല, അത് അനിത്യമാണ്, എപ്പോഴാണെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാണ്, നശിക്കാം. അപ്പം അതുമായുള്ള ബന്ധം നമ്മളെ, അതിൻ്റെ നാശം നമ്മുടെ നാശമായിട്ട് നമുക്ക് തോന്നും. അതുണ്ടാവരുത് എന്നാണ് പറയണത്. മറിച്ച് എന്തു വേണം? ഇതൊന്നും തൻ്റേതല്ല എന്ന വിചാരം ഉറക്കിയാണ് വേണ്ടത്. അപ്പോൾ ബന്ധം ഉണ്ടാവുകയില്ല. സൂതൻ പറയുന്നു, തച്ഛ്രുത്വാ വചനം തസ്യ ശുക പ്രീതമനാഭവൽ. ഈ രാജാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, തച്ഛ്രുത്വാ വചനം തസ്യ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശുകൻ വളരെ സന്തോഷമുള്ള മനസ്സിനുടമയായിട്ട് തീർന്നു. ആപൃച്ഛ്യ തം ജഗാമാശു വ്യാസസ്യാശ്രമമുത്തമം. ജനക മഹാരാജാവിനോട് യാത്ര ചോദിച്ചു. ആപൃച്ഛ്യ തം ജഗാമാശു
വ്യാസസ്യ ആശ്രമമുത്തമം, വ്യാസന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആശ്രമത്തിലേക്ക് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്തു. വ്യാസാശ്രമത്തിലേക്ക് യാത്രയായി. ആഗച്ഛന്തം സുതം ദൃഷ്ടുവ, തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടിട്ട് വ്യാസോപി സുഖമാപ്തവാൻ, വ്യാസനും വലിയ സന്തോഷമായി. നീ പോയിട്ട് തിരിച്ചു വരണേ എന്ന് പറഞ്ഞിട്ടാണ് ജനക മഹാരാജാവിൻ്റെ അടുത്ത് സംശയ നിവൃത്തിക്കായിട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ അവിടെ ആ പർവ്വതങ്ങളൊക്കെ താണ്ടി അവിടെ ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അറിയേണ്ടതൊക്കെ അറിഞ്ഞ് കൃതാർത്ഥതയോടുകൂടി തിരിച്ചു വന്ന തൻ്റെ പുത്രനെ കണ്ടപ്പോൾ വ്യാസനും വലിയ സന്തോഷമായി. ആലിംഗ്യാഘ്രായ മൂർധാനം പപ്രച്ഛ കുശലം പുന, പുത്രൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വ്യാസൻ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്തു, നെറുകയിൽ ചുംബിച്ചു. വാത്സല്യത്തിൻ്റെ സ്വരൂപമാണ് അത് അല്ലേ. എന്നിട്ട് പപ്രച്ഛ കുശലം പുന കുശലം പപ്രച്ഛ, അതിനുശേഷം കുശലം ചോദിച്ചു. സ്ഥിതസ്തത്ര ആശ്രമേ രമ്യേ പിതുപാർശ്വേ സമാഹിത, വേദാധ്യയന സമ്പന്ന സർവശാസ്ത്ര വിശാരദ, വേദാധ്യയന സമ്പന്നനായിരിക്കുന്ന സർവശാസ്ത്രങ്ങളും അറിയുന്ന ശുകൻ ആ ആശ്രമത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അച്ഛനോടുകൂടി അവിടെ താമസിച്ചു എന്ന് പറയുന്നു. ജനകസ്യ ദശാം ദൃഷ്ടുവ, ജനക മഹാരാജാവിൻ്റെ അവസ്ഥ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട്, ജനകസ്യ ദശാം ദൃഷ്ടുവ രാജ്യസ്ഥസ്യ മഹാത്മന, മഹാത്മാവായിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ജനകന്റെ അവസ്ഥ കണ്ടിട്ട് സ നിർവൃതിം പരാം പ്രാപ്യ, അവിടെ ആ അതീവ സന്തോഷത്തോടുകൂടി ആ നിർവൃതി അനുഭവിച്ചും കൊണ്ട് പിതുരാശ്രമ സംസ്ഥിത, അച്ഛൻ്റെ ആശ്രമത്തിൽ താമസിക്കണു ശ്രീ ശുക ബ്രഹ്മർഷി. ആ ശ്ലോകത്തോടുകൂടി 39ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ
എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ.